അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഓട്ടോമാറ്റിക് യാത്ര നടത്തുന്ന അഖില സിപിക്കും സിയ സൂസനും ഒരു സംശയമുണ്ട്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണോ ഈ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്? അവർ ആ സംശയം നമ്മുടെ നാട്ടുകാരോട് ചോദിച്ചു. നാട്ടുകാർ അവരോട് പറഞ്ഞത് കേൾക്കാം. ഓട്ടോമാറ്റിക് യാത്ര. അത് ഇച്ചിരി കടുത്തു പോയി. കേരളത്തിന് അപ്പൊ പുരോഗതിയില്ലേ? ഇല്ല. സിപി നാടാകെ അങ്ങ് തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങള്, ഫ്ലെക്സ്, സ്ഥാനാർത്ഥികളുടെ പ്രചാരണം, പിന്നെ പാരടിപ്പാട്ട്. ഉയ്യോ എന്റെ അമ്മ, അതൊക്കെ എപ്പോഴായിരിക്കും ഇതിന്റെ ഒരു അവസാനം? അതിപ്പോ ഇനി 11 വരെ തെരഞ്ഞെടുപ്പ്, അതൊക്കെ കഴിഞ്ഞാൽ അത് അവസാനിക്കും. പക്ഷെ പ്രധാന പ്രശ്നം അതല്ലടാ, ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. അന്ന് പിന്നെ ഒന്നും പറയണ്ട. 140 സ്ഥാനാർത്ഥികള്, കൊട്ടും മേളവും, അതാകെ മേളമായിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കോ? നമുക്ക് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചോട്ടെ. ഓക്കെ. അപ്പൊ ഈ തദ്ദേശത്തിൽ ആരാണോ ജയിക്കുന്നത് അവര് തന്നെ അടുത്ത തവണ വരുവോ നിയമസഭ? അത് തീർച്ചയായും ഇടതുപക്ഷം തന്നെ സ്വാധീനിക്കുന്ന വെച്ചാല് നമ്മളെ ഇപ്പൊ കണ്ടിടത്തോളം നല്ലൊരു ഭരണം അവരെ തന്നെയാണ്. നല്ല ഉപകാരം ഉണ്ടാക്കുന്ന ഇടതുപക്ഷത്തിൽ നിന്നാണ്. ഞങ്ങള് 50 വയസ്സിന് മേലുള്ളവര് ഫോട്ടോ വെച്ചിട്ടു തിരുവനന്തപുരം വരെ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുള്ളവരാണ്. അത് ഇച്ചിരി കടുത്തു പോയി. എന്നാലും പറ്റുന്ന പോലെ ഒരു 10-15 സ്റ്റെപ്പ് ഇട്ടോ. എന്തായാലും നമ്മളൊരു അടിപൊളി ഡാൻസ് കളിച്ച സ്ഥിതിക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ആവാം. പാർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ചോദിക്കില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ നടക്കാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. അത് അടുത്ത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു. അവരെന്നെ വരാൻ കുഴപ്പമില്ല, അവരെന്നെ വന്നാൽ നല്ലതായിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ LDF ജയിക്കുവാണെങ്കിൽ അവര് തന്നെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക. അയ്യോ, പ്രദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തികളെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നിയമസഭയിലേക്ക് വരുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല. ഉണ്ടാവും മക്കളെ. വോട്ടുണ്ടോ? സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ മിക്ക ഡ്രസ്സുകളും ഡ്രസ് കോഡ് പോലെ പുറത്തു പോകുമ്പോ ഫുൾ ഡ്രസ് കോഡ് ആയിട്ട് മൂന്നുപേരെങ്ങനെ പോകും. നിങ്ങളിപ്പോ എത്ര കാലം മുതൽ ഫ്രണ്ട്സാ? ഞങ്ങൾ 10-30 വർഷത്തോളം 30 വർഷമായിട്ട് സുഹൃത്തുക്കളാണ്. എന്താ കാരണം? എന്താ കാരണം പോക്ക് അങ്ങനെയാണ്. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സർ, മകസറിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. നാടകത്തിലൊക്കെ അഭിനയിച്ചുള്ള, അപ്പൊ അത് കാരണം എനിക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വരും. ജോളി എബ്രഹാമായിട്ട് ഒരുമിച്ചൊക്കെ സംഗീതം പഠിക്കാൻ പോയിട്ടുള്ള ആളാണ്. ജോളി എബ്രഹാമായിട്ട് ഒരു പാട്ട് പാടൂ. പാടുവല്ല. തൊട്ടു വിളിച്ചു ആശാലതികൾ പുഞ്ചിരിച്ചു എന്നാശാലതികൾ പുഞ്ചിരിച്ചു. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പും നമ്മുടെ രാഷ്ട്രീയമൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണോ? അതെ. ഇത്രയൊക്കെ ആയില്ലേ, ഇനിയും കൂടി ഭൂരിപക്ഷം അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലേ? മാറി മാറി വരണം, എന്നല്ല കേരളത്തിന് അതിൻ്റെതായ പുരോഗതിയും പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. കേരളത്തിന് അപ്പൊ പുരോഗതി ഇല്ലേ? ഇല്ല, ഉറപ്പില്ല. സാധ്യതയില്ല. എന്തുകൊണ്ടാ? ന്യൂ കമർ വരും, സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും പൊതുവെ. ടീച്ചർക്ക് എന്ത് തോന്നുന്നു? സ്വാധീനിക്കും, തീർച്ചയായും സ്വാധീനിക്കും. കൂടുതലും സ്വാധീനിക്കാൻ തന്നെയാണ് സാധ്യത. നമ്മൾ പ്രാദേശികമായ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നവർ നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. മറ്റത് ശരിക്ക് ആശയപരമായിട്ട് നമ്മളെ നോക്കിയേ ചെയ്യും. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെന്തുകൊണ്ടാ തോന്നാത്തെ? പൊതുവെയുള്ള ട്രെൻഡ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്. എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല. LDF ആണ് ജയിക്കുന്നെങ്കിൽ അവര് തന്നെ അടുത്ത ചാൻസ് ഉണ്ട്. പാർലമെന്റിൽ എൻ്റെ ഡിഫറെന്റ് ആണ്, പക്ഷെ നിയമസഭയിൽ ചാൻസ് ഉണ്ട്. ഒരു സെമി ഫൈനലാണ്. അപ്പൊ തദ്ദേശ CP എന്ത് തോന്നുന്നു? എടാ, ഇപ്പൊ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിബന്ധമുള്ള ആളുകൾ മത്സരിക്കാം. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി വോട്ട് ചെയ്യും. പക്ഷെ നിയമസഭ അങ്ങനെയല്ല, ആശയങ്ങളും ഒക്കെ നോക്കിയിട്ടേ അവർ വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചവരൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതൊരു സെമി ഫൈനൽ ആയിരിക്കും? അത് ആളുകൾ തീരുമാനിക്കട്ടെ. റിസൾട്ട് വരുമ്പോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇന്നത്തെ ഓട്ടോമാറ്റിക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായിട്ട് കാണാം. സൈനിങ് ഓഫ് CP അഖില. ബൈ ബൈ.